പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിപൂർവം വിധിക്കുകയും കൃപയോടുകൂടി സൗഖ്യം നൽകുകയും ചെയ്യുന്ന ന്യായാധിപനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന അടിയാരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കടാക്ഷിക്കണമേ. തിരുസന്നിധി ഞങ്ങളുടെ ആത്മാക്കളുടെ കറകളെ പ്രത്യക്ഷമായി കാണുന്ന നല്ല വൈദ്യ, നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് 17-ാം സങ്കീർത്തനത്തെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, ദൈവഹിതത്തിന് ഒത്തവനെന്ന് ദാവീദിന് സാക്ഷ്യം ലഭിച്ചത് അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതുകൊണ്ടാണ്. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ശരണപ്പെട്ട് വിളിച്ചപേക്ഷിക്കുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഏത് സന്ദർഭത്തിലാണ് വിലാപൂർണമായി സങ്കീർത്തനം രചിച്ചത് എന്ന് നിശ്ചയമില്ല. ഒരു നിവേദനമായി സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ അപേക്ഷിക്കുന്നു, അദ്ദേഹത്തിന്റെ തെളിഞ്ഞ ബോധത്തിൽ സ്വന്തം നിരപരാധിത്വം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നില്ല. ശത്രുക്കളുടെ നിഷ്ഠൂരതയും കുതന്ത്രങ്ങളുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. 1 മുതൽ 5 വരെ വാക്യങ്ങൾ സ്വന്തം നിരപരാധിത്വം ഉയർത്തി പിടിച്ച് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. 6 തൊട്ട് 12 വരെ ശത്രുക്കളുടെ തിന്മയും ദുഷ്ടതയും വരച്ചു കാട്ടുന്നു. എന്നാൽ ശത്രുക്കളുടെ നാശത്തെ വിഭാവനം ചെയ്യുന്നു 13 മുതൽ 15 വരെയുള്ള വാക്യം. ഒപ്പം സജീവമായ പ്രത്യാശയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമെന്ന അപേക്ഷയിൽ കൃഷ്ണമണി സംരക്ഷിക്കുവാൻ കൺപോളകൾ ദൈവം നൽകിയിരിക്കുന്നു. ഒരു തരി പോലും കണ്ണിൽ വീഴാതെ കൺപോളകളെ ജാഗ്രതമായി പ്രവർത്തിക്കുന്നു. അതുപോലെ ജാഗ്രതാപൂർവം കാത്തുകൊള്ളണമെന്നാണ് ഈ ഭക്തന്റെ അപേക്ഷ. ഇതിന്റെ മറുവശം ചിന്തിക്കുമ്പോൾ പലർക്കും അവരവർ തന്നെയാണ് സ്വന്തം ദൈവം. ഇവിടുത്തെ പരദേശവാസത്തിനായി വന്നതും തിരികെ പോകുന്നതും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടാണെന്ന് ചിന്തിക്കുന്നവർ പോലും ഇവിടുത്തെ വാസം ദൈവ നിയന്ത്രണത്തിലാണെന്ന് കരുതുന്നില്ല. വിവാഹോപദേശൻ മണവാളനോടും മണവാട്ടിയോടും ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാവുന്നു, അറിയാത്തതിന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചൊല്ലുമ്പോൾ അതെല്ലാവർക്കുമാണെന്ന് കരുതുന്നതുമില്ല. എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് തോന്നിയതുപോലെ പറയും പ്രവർത്തിക്കും, ആരുണ്ട് ചോദിക്കുവാനെന്ന ധാർഷ്ട്യം ആർക്കും ചേരുന്നതല്ല. നമ്മെ പരിശോധിക്കുന്നവനും നമ്മെ അറിയുന്നവനും നമ്മുടെ തൂക്കി നോക്കുന്നതുമായ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം അറിയണം. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന്. അതിൻ്റെ അർത്ഥം ദൈവനിയന്ത്രണത്തിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നാണ്. ദൈവം സമസ്ത മേഖലകളെയും പരിശോധിക്കുന്നു എന്ന ബോധം ആത്മശുദ്ധീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്കും ആവശ്യമായ ഒന്നാണ്. നമ്മുടെ അവസ്ഥയെ നാം ചിന്തിക്കണം. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിൽ ഈ നോമ്പുകാലത്ത് യഥാർത്ഥമായി ആത്മപരിശോധന ചെയ്യുവാൻ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ. ആയതിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം തന്റെ അദൃശ്യമായ വലതുകരം നീട്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.